9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ എല്ലാ ബയോളജി ലെസൺസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസ് വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനി നമുക്ക് കെമിസ്ട്രിയിലെ ചാപ്റ്റർ തുടങ്ങാം. 1-2 പേര് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു കെമിസ്ട്രിയും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഞാൻ വിചാരിച്ചു കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. കെമിസ്ട്രി കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഫിസിക്സിലോട്ട് കിടക്കാം, സമയം അനുവദിക്കുന്നത് പോലെ. ഓക്കെ, ഞാൻ 4 ക്ലാസ്സും ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും ആവശ്യമുള്ള വീഡിയോസ് ഇടുന്നത് കൊണ്ട് ആ ടൈമിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ട്. എനിവേസ്, നമുക്ക് കെമിസ്ട്രി എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പദാർത്ഥം അല്ലേ? അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം അത് മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ പല സാധനങ്ങളും കാണുന്നുണ്ട്, അതെല്ലാം മാറ്റർ ആണെന്ന് പറയും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ചുറ്റും നോക്കിയാൽ ആദ്യം ഞാൻ കാണുന്നത് എൻ്റെ ക്യാമറയാണ്. ആ ക്യാമറ വെച്ചിരിക്കുന്ന സ്റ്റാൻഡുണ്ട്, എൻ്റെ ബോർഡുണ്ട്, എൻ്റെ മാർക്കർ പെൻസ് ഉണ്ട്, എൻ്റെ മൊബൈലുണ്ട്, എൻ്റെ ടേബിളുണ്ട്, ചെയറുണ്ട്, കേർട്ടൻസ് ഉണ്ട്, വാളുണ്ട്, AC ഉണ്ട്, ഫാനുണ്ട്, ട്യൂബുണ്ട്, വാൾ ഹാങ്ങിങ്സ് ഉണ്ട്. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഞാൻ എൻ്റെ ചുറ്റും കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്ററാണോ? അതെ. നിങ്ങളും ചുറ്റും നോക്കിയേ, നിങ്ങളുടെ ചുറ്റും കാണുന്ന എല്ലാം ഒരു പേപ്പറിൽ എഴുതിക്കേ, അതെല്ലാം മാറ്ററാണ്. ഇനി കാണുന്നത് മാത്രമേ ഉള്ളൂ മാറ്റർ. ഇവിടെ എന്തുണ്ട്? എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 45+ ആണ്. അപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് AC ഫാനും ഒക്കെ ഓഫാണ്. അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ചൂട്. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? കാറ്റല്ലേ? അപ്പോൾ ആരാ ഇവിടെ ഉള്ളത്? വായു ഉണ്ട്. അപ്പോൾ വായു മാറ്റർ ആണോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഉണ്ട്, ഇവിടെ ആളിവിടെ തന്നെ ഉണ്ട് അല്ലേ? എന്നെ വീശുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? വായുവും മാറ്ററാണ്. ഇനി അപ്പോൾ കണ്ണി കണ്ടതും കാണാത്തതും ഒക്കെ ഞാൻ മാറ്റർ എന്ന് പറഞ്ഞു. പിന്നെ മാറ്റർ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചൂടെടുക്കുന്നു, അതൊരു മാറ്ററാണോ? അല്ല അല്ലേ? അല്ലെങ്കിൽ എനിക്ക് നല്ല സന്തോഷം വരുന്നു? അല്ല. എനിക്ക് ദുഃഖം വരുന്നു? അല്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു? അല്ല. എനിക്ക് നിരാശ വരുന്നു? അല്ല. ഇതൊന്നും മാറ്ററല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഫീലിങ്സ് ആണ് മാറ്റർ അല്ലാത്തത്, ഫീലിങ്സ് അല്ലാത്ത എല്ലാം മാറ്റർ ആണെന്നും? അല്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ പറയുമ്പോൾ നമുക്ക് ഒരു 2 ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഒന്നാമതായിട്ട് മാറ്ററിന് മാസ് വേണം. അപ്പോൾ നമ്മൾ ഈ ചുറ്റും പറഞ്ഞ എല്ലാ കാര്യം, വായു ഉൾപ്പെടെ എന്തുണ്ട്? മാസ് ഉണ്ട്. അതേസമയം വോളിയം ആണെങ്കിലോ, മാസം ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഇരിക്കാൻ കുറച്ച് സ്പേസ് വേണ്ടേ? അതാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ മാറ്ററിന് 2 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? 1, മാസ് ഉണ്ടായിരിക്കണം. 2, അതിന് ഇരിക്കാൻ സ്പേസ് വേണം. അതായത് അതിന് വോളിയം അല്ലെങ്കിൽ വ്യാപ്തവും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? മാറ്റർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നെങ്കിലും അതിപുരാതന കാലം മുതൽ തന്നെ ഇന്ത്യൻ ഫിലോസഫേഴ്സൊക്കെ ഈ പദാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നു. അവർ പറഞ്ഞു പദാർത്ഥങ്ങൾ കണികകൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അവർ വിശ്വസിച്ചിരുന്നത് ഈ ലോകത്തുള്ള എല്ലാം, ജീവനുള്ളവയാകട്ടെ ജീവനില്ലാത്തവയാകട്ടെ, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചതത്വ എന്നതിലാണ്. പഞ്ചതത്വ, പഞ്ച മീൻസ് എന്താ? 5 തത്വങ്ങളാണ്. ഏതൊക്കെയാണ്? ഭൂമി, ജലം, വായു, അഗ്നി, പിന്നെ ആകാശം. അപ്പോൾ ഈ പഞ്ചതത്വം നമ്മളെല്ലാവരും ഉണ്ടായത് അതിൽ നിന്നാണ്. നമ്മുടെ മരണശേഷവും നമ്മൾ ഈ 5 തത്വമായിട്ട് മാറുന്നു എന്നാണ് ഇന്ത്യൻ ഫിലോസഫേഴ്സിൻ്റെ അഭിപ്രായം. അതേസമയം ഗ്രീക്കുകാരും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ മോഡേൺ സയൻറ്റിസ്റ്റ് വിശ്വസിക്കുന്നത് മാറ്ററിൻ്റെ 2 ആസ്പെക്ട്സിലാണ്. അവർ മാറ്ററിനെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫിസിക്കൽ നേച്ചറിനെ ബേസ്, ഭൗതികമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണങ്ങളെ ബേസ് ചെയ്തിട്ട്. 2, രാസപരമായ പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ ഫിസിക്കൽ മാത്രമാണ്, ഭൗതികമായ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മാറ്ററിലേക്ക് തിരിച്ചു വരാം. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? കണികകൾ അഥവാ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് വളരെ വളരെ ചെറുതാണ്, വളരെ 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 ചെറുതാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്ര ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടേഴ്സാണ് ആദ്യം പഠിക്കേണ്ടത്. ഒരു 4 ക്യാരക്ടേഴ്സ് ഓർത്തു വെച്ചേക്കുക. 1, പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. 2, അവയ്ക്ക് ഇടയിൽ ചില സ്പേസ് ഉണ്ട്, അതായത് സ്ഥലമുണ്ട്. 3, കോൺസ്റ്റൻ്റ്ലി മൂവിങ്, അവരെപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം. അവരിങ്ങനെ ചുമ്മാ ഇരിക്കുകയല്ല, അവരിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4, ദേ അട്രാക്ട് ഈച്ച് അതർ, അവർ അനങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അവർ തമ്മിലൊരു സ്നേഹമുണ്ട് അല്ലേ? അവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട് അട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാറ്ററിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതെല്ലാം പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്മോൾ ഇൻ സൈസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിന് 2-3 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന്, നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. സ്റ്റീൽ ഗ്ലാസ് അല്ല, ഗ്ലാസ് ടംബ്ലറിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ അളവൊരു
സ്കെച്ച് പെന്നോ മാർക്കർ പെന്നോ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അമ്മയോട് ചോദിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ഗ്ലാസ്സൊക്കെ എടുത്ത് നിങ്ങളിത് ചെയ്ത് നിങ്ങളുടെ അമ്മയുടെ ഇത് വഴക്ക് കിട്ടും. അപ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് പഞ്ചസാരയോ ഉപ്പോ അതിലിട്ട് ഇടുമ്പോൾ അത് താഴെ പോകും. നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളത് അലിഞ്ഞു പോകുന്നതായിട്ട് കാണും. പക്ഷേ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടും എന്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാത്തത്? ഈ പഞ്ചസാരയുടെ കണങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എവിടെ പോയി? ഈ വെള്ളത്തിൻ്റെ ഇടയിലുള്ള സ്പേസിലോട്ട് കയറി. അപ്പോൾ അത്ര ചെറുതായതുകൊണ്ടല്ലേ അവയ്ക്ക് ഇടയിലോട്ട് പോകാൻ പറ്റിയത്. അപ്പോൾ ആദ്യത്തെ ഇത് തെളിഞ്ഞു കഴിഞ്ഞു, വളരെ ചെറുതാണ്. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രാസപദാർത്ഥമുണ്ട്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. പണ്ടൊക്കെ വീട്ടിലെ കിണറിലെ വെള്ളമൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് വാങ്ങിച്ച് ഇടുമായിരുന്നു. അപ്പോൾ ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു പർപ്പിൾ കളർ ക്രിസ്റ്റലാണ്. അപ്പോൾ നമ്മളത് ഒരു ചെറിയ ക്രിസ്റ്റൽ എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് എന്ത് കളറായിട്ട് മാറും? നല്ല പർപ്പിൾ കളറായിട്ട് മാറും. പക്ഷേ ഈ വെള്ളം നമ്മൾ കുറച്ചെടുക്കുക, അതിലോട്ട് കൂടുതൽ പ്ലെയിൻ വാട്ടർ ഒഴിക്കുക, അപ്പോഴും കളർ കാണും. അതിൽ നിന്ന് കുറച്ചെടുക്കുക, വീണ്ടും പ്ലെയിൻ വാട്ടർ ഒഴിക്കുക, അപ്പോഴും കളർ കാണും. അങ്ങനെ നമ്മൾ 1000 ലിറ്റർ ആയിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്തെടുത്താലും സ്റ്റിൽ ആ കളർ കുറച്ച് കാണും. ആ കളറിൻ്റെ ആ ഇൻറ്റൻസിറ്റി, ഡാർക്ക്നെസ് മാറും, പക്ഷേ എന്നാലും ആ കളർ കാണും. അതിൽ നിന്ന് അർത്ഥമാക്കിയത് എന്താ? എപ്പോഴും ആ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ കുറച്ച് പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടെന്നല്ലേ. അപ്പോൾ അത് എത്ര ചെറിയൊരു ക്രിസ്റ്റലാണ് നമ്മൾ ഇട്ടത്, അതിനകത്ത് തന്നെ മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതാണ് ഇത്ര ഡൈല്യൂട്ട് ചെയ്തിട്ടും ഇപ്പോഴും അതവിടെ ഉണ്ട്. ഇതുപോലെ നമുക്കിപ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എളുപ്പത്തിൽ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ കാണും ഡെറ്റോൾ, അല്ലേ? ഡെറ്റോൾ എന്ന് പറയുമ്പോൾ ആൻറ്റിസെപ്റ്റിക് ലിക്വിഡാണ്. അത് ഒരു ഡ്രോപ്പ് ഒഴിച്ചാലും നമുക്ക് കളറല്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ ഡെറ്റോളിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് നമ്മളെല്ലാവരും പരിചിതമാണ്. അത് ഇതുപോലെ എത്ര ഡൈല്യൂട്ട് ചെയ്താലും ആ വെള്ളത്തിൽ കുറച്ച് ഡെറ്റോളിൻ്റെ സ്മെല്ല് കാണും. അപ്പോൾ ഇതാണ് ഈ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റി. ഇനി വരുന്നത് ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ഈ സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം, ചിലതിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കാം. അത് ഏത് മാറ്റർ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, മാറ്റർ 3 തരത്തിലുണ്ട്, നമ്മളത് പഠിക്കും: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ സോളിഡിൽ ഈ സ്പേസ് വളരെ കുറവായിരിക്കും, പാർട്ടിക്കിൾസ് അടുക്കി വെച്ചിരിക്കും. ലിക്വിഡ് വരുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് ആയിരിക്കും. ഗ്യാസ് വരുമ്പോൾ കൂടുതൽ സ്പേസ് ഉണ്ടാവും. അതിനും ഈ സെയിം ആക്ടിവിറ്റി നമുക്ക് പറയാവുന്നതാണ്. വെള്ളത്തിൽ ഷുഗർ ഇട്ട് കലക്കി കഴിഞ്ഞാൽ ആ ഷുഗർ എവിടെ പോകുന്നു? അതിനിടയിലേക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലേക്ക് ഷുഗറിനെ പോകണമെങ്കിൽ അവിടെ സ്പേസ് വേണം, അല്ലേ? അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതല്ലായിരുന്നുണ്ടെങ്കിൽ ഷുഗർ സെപ്പറേറ്റ് ആയിട്ട് നിന്നെങ്കിൽ വെള്ളത്തിൻ്റെ ലെവൽ ഉയർന്നേനെ. ഇതുപോലെയാണ് നമ്മളൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാൽ, ലെമണേഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നു, നാരങ്ങ നീര് സ്ക്യൂസ് ചെയ്തിടുന്നു, പഞ്ചസാര ഇടുന്നു, അല്ലെങ്കിൽ ഉപ്പിടുന്നു, നിങ്ങളുടെ സൗകര്യത്തിന് ഇളക്കി കഴിയുമ്പോഴേക്കും ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടും. അപ്പോൾ ഈ പഞ്ചസാര എവിടെ പോയി? നാരങ്ങ നീര് എവിടെ പോയി? ഇതെല്ലാം ആ വെള്ളത്തിനിടയിലുള്ള സ്പേസിലേക്ക് പോയി. അപ്പോൾ ആ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ കോൺസ്റ്റൻ്റ്ലി മൂവിങ്. ഈ കണികകൾ വെറുതെ ഇരിക്കുകയല്ല, അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഈ മൂവ്മെൻറ്റ് ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കൂടും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പാക്കറ്റ് അഗർബത്തി വാങ്ങിച്ചു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മേശപ്പുറത്ത് പോയി. അത് കഴിയുമ്പോൾ എനിക്ക് സ്മെല്ലൊന്നും കിട്ടുന്നില്ല, അല്ലേ? കാരണം അതിൻ്റെ അടുത്ത് പോയി ഞാൻ എടുത്തൊന്ന് മണപ്പിച്ച് നോക്കിയാൽ നല്ല മണം, തിരിച്ചു വെച്ചു. അതേസമയം ഞാനത് കത്തിച്ച് വെച്ചിട്ട് അതിനടുത്ത് തന്നെ ഇരിക്കണമെന്നില്ല. ഞാൻ റൂമിൻ്റെ വേറൊരു സൈഡിൽ വന്നിരുന്നു, എനിക്ക് അതിൻ്റെ മണം എൻ്റെ മൂക്കിലെത്തും. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം എനിക്ക് അതിൻ്റെ അടുത്ത് പോയി മണപ്പിച്ച് നോക്കേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ദൂരെ ഇരുന്നാലും ആ മണം എന്നിലേക്ക് എത്തുന്നു. ഇവിടെ വ്യത്യാസം വന്നത് ടെമ്പറേച്ചറിലാണ്. ഞാനിത് കത്തിച്ചപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി. അപ്പോൾ ഈ പാർട്ടിക്കിൾസിന് നല്ല എനർജി കിട്ടി. അവർ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അതിനു മുമ്പ് അവർ അനങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എൻ്റെ അടുത്തെത്താനുള്ള എനർജി അവരെല്ലാവരും കൂടി അവിടെ തന്നെ ഇരുന്ന് ഓടുകയായിരുന്നു. അപ്പം ഞാൻ ഓടി അവിടെ പോകണം. ഇപ്പം അവരെല്ലാം കൂടി ഓടി എൻ്റെ അടുത്ത് വന്നു. ഓക്കെ. അല്ലെങ്കിൽ അമ്മ സ്പെഷ്യലായിട്ട് ഒരു അവധി ദിവസമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി തരിക. നിങ്ങൾക്ക് വെജിറ്റബിൾ പുലാവ്, നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റബിൾ പുലാവോ പനീർ ടിക്കയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ബിരിയാണിയോ, അതൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നാട്ടുകാരൊക്കെ അറിയും നമ്മുടെ വീട്ടിൽ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയെന്നല്ലേ. പക്ഷേ ആ സ്മെൽ എപ്പോഴും കാണും? ഇല്ല. കറി തിളയ്ക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. കാരണം അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിട്ട് ഈ സ്മെല്ലിങ്ങനെ എല്ലായിടത്തും എത്തും. അതേസമയം കറി തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം സ്മെല്ല് അറിയില്ല. അവിടെയും ഈ ടെമ്പറേച്ചറാണ് കളിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ദേ അട്രാക്ട് ഈച്ച് അതർ. ഇവർ തമ്മിൽ ഓടി നടക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അവർ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല സൈഡിലോട്ട് ആ പാർട്ടിക്കിൾസ് സ്പ്രെഡായി പോകും, അല്ലേ? അങ്ങനെ പോകാത്ത എന്തുകൊണ്ടാണ്? അവർ തമ്മിലൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ അട്രാക്ഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് അത് സ്ട്രോങ് ആയിരിക്കുന്നത്. ഈ തീർച്ചയായിട്ടും സോളിഡിൽ അത് കൂടുതലാണ്, ഖരാവസ്ഥയിൽ
ദ്രാവകാവസ്ഥയിൽ കുറച്ചുകൂടെ കുറവാണ്, ഗ്യാസ് ആകുമ്പോൾ വാതകാവസ്ഥയിൽ വളരെ കുറവാണ്. ഖരാവസ്ഥയിൽ തന്നെ എല്ലാത്തിലും ഒരുപോലെയല്ല. ഇപ്പോൾ ഞാനൊരു പീസ് ചോക്ക് എടുത്ത് ബോർഡിൽ എഴുതുന്നു, പെട്ടെന്ന് ഒടിയും അല്ലേ? അതേസമയം ഞാനൊരു അയണിൻ്റെ റോഡാണ് എടുക്കുന്നതെങ്കിൽ അതെങ്ങനെ ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്തായിരിക്കും കാരണം? ഇവിടെ അട്രാക്ഷൻ കൂടുതലാണ് അയണിൽ, ചോക്കിലത് കുറവാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. അതായത് ഞാനിപ്പോൾ പറഞ്ഞു അഗർബത്തിയുടെ സ്മെല്ല് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട് അല്ലേ? അവിടെ എന്താ സംഭവിച്ചത്? ചൂട് കൂടിയപ്പോഴേക്കും അതിൻ്റെ പാർട്ടിക്കിൾസ്, അഗർബത്തിയുടെ പാർട്ടിക്കിൾസ് എയറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലോട്ട് കയറി മിക്സായി. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഇൻ്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഇസ് കോൾഡ് ഡിഫ്യൂഷൻ. ഇവിടെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ചെയ്തത്? അല്ല. ഇൻ്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് മാറ്റർ ഓഫ് ദെയർ ഓൺ. ഇത് തനിയെ സംഭവിക്കണം. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചു, അതിനകത്തോട്ട് ഒരു ഡ്രോപ്പ് ഇങ്കിട്ട് വെച്ചു. ഞാൻ ഇളക്കിയാൽ തീർച്ചയായിട്ടും അത് സ്പ്രെഡാവും. പക്ഷെ ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൺ എന്ത് സംഭവിക്കും നോക്കാൻ ഒരു ഡ്രോപ്പ് മഷി ഒഴിച്ചു, എന്നിട്ട് മിണ്ടാതിരുന്നു. അത് പതുക്കെ 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 സ്പ്രെഡായി. കുറച്ച് കഴിയുമ്പോൾ ദ എൻറ്റയർ ഫ്ലൂയിഡ് ലിക്വിഡ് എന്തായിട്ട് മാറും? ആ ഇങ്കിൻ്റെ കളറായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഇങ്കിൻ്റെ പാർട്ടിക്കിൾസ് വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസുമായിട്ട് ഇൻ്റർമിക്സിങ് നടന്നു, ദെയർ ഓൺ അല്ലേ? അതാണ് എന്ത്? ഡിഫ്യൂഷൻ. അപ്പോൾ നമുക്ക് ഡിഫ്യൂഷന് പല എക്സാമ്പിൾ പറയാം. അഗർബത്തി കത്തിച്ച് സ്മെല്ല് കിട്ടുന്ന ഡിഫ്യൂഷനാണ്. അല്ലെങ്കിൽ പെർഫ്യൂം. ഞാനിപ്പോൾ ഒരു പെർഫ്യൂം അടിച്ചു, കുറച്ച് ദൂരത്തിലൊക്കെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് പോകും. അതെന്തുകൊണ്ടാണ്? പെർഫ്യൂമിൻ്റെ പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നത്, അതും ഡിഫ്യൂഷൻ കൊണ്ടാണ്. വെള്ളത്തിലൊഴിച്ച ഇങ്ക് സ്പ്രെഡ് ആവുന്നത് ഡിഫ്യൂഷൻ കൊണ്ടാണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വെള്ളത്തിലിട്ട പർപ്പിൾ കളറായി ആ കളർ സ്പ്രെഡ് ആവുന്നത്, അതും ഡിഫ്യൂഷൻ കൊണ്ടാണ്. അപ്പോൾ ഡിഫ്യൂഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ കൂടും. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലേ, ഈ പാർട്ടിക്കിൾസ് കൂടുതൽ കൈനറ്റിക് എനർജി ലഭിക്കും. അതുകൊണ്ട് തന്നെ അവ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയും അവ പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കാം. നമ്മൾ പറഞ്ഞു 3 തരത്തിലാണുള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഈ 3ൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നോക്കാം. സോളിഡ് എന്ന് പറയുമ്പോൾ ഷേപ്പ് ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഷേപ്പ് ഉണ്ട്. ലിക്വിഡിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഗ്യാസിനും ഷേപ്പില്ല. നിങ്ങളൊരു ചെറിയ മുത്തെടുത്തു, അല്ലെങ്കിൽ മാർബിൾസ് എടുത്തു, അല്ലെങ്കിൽ ചെറിയ ബ്ലോക്സ് എങ്ങനെ നിങ്ങൾക്ക് കളിക്കാനുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം കൂടി ഒരു ചെറിയ സിലിണ്ടറിക്കൽ ബോക്സിലിട്ട് വയ്ക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ അതിനകത്ത് കിടക്കുമ്പോഴും ഓരോ ഇതിൻ്റെയും ഷേപ്പ് മാറുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചസാര ക്രിസ്റ്റൽസ് ഇട്ട് വെച്ച് ആലോചിച്ച് നോക്കൂ. അതിനകത്ത് ആ റെക്റ്റാങ്കുലർ ക്രിസ്റ്റൽസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്, അതിൻ്റെ ഷേപ്പ് മാറുന്നില്ല. അതേസമയം വെള്ളമോ, നിങ്ങളൊരു കുപ്പിയിലെടുത്താൽ കുപ്പിയുടെ ഷേപ്പ്, ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിൻ്റെ ഷേപ്പ്, പ്ലേറ്റിലെടുത്താൽ പ്ലേറ്റിൻ്റെ ഷേപ്പ്. അപ്പോൾ ലിക്വിഡിന് ഷേപ്പില്ല. ഗ്യാസസും അങ്ങനെ തന്നെയാണ്. ഏതിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലേക്ക് അത് മാറും. അതുപോലെ നോക്കിയാൽ വോളിയം. ഒരു സോളിഡിന് അതിൻ്റേതായ ഒരു വോളിയമുണ്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വോളിയമുണ്ട്. ലിക്വിഡിനും അതിൻ്റെ വോളിയമുണ്ട്, ഗ്യാസസിന് അതിൻ്റെ വോളിയം ഇല്ല. അപ്പോൾ സോളിഡിന് ഷേപ്പും ഉണ്ട്, വോളിയം ഉണ്ട്. ലിക്വിഡിന് ഷേപ്പില്ല, വോളിയമുണ്ട്. ഗ്യാസിന് ഷേപ്പും ഇല്ല, വോളിയം ഇല്ല. ഇനി കമ്മിങ് ടു അതിൻ്റെ ടൈപ്പ് നോക്കിയാൽ റിജിഡിറ്റി. സോളിഡ് നല്ല റിജിഡാണ്. അതേസമയം ലിക്വിഡും ഗ്യാസും ഷേപ്പ് ചേഞ്ച് ചെയ്യാം, അതിന് ഒഴുകാം. അതുകൊണ്ട് നമ്മളതിനെ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ സാധാരണ നമ്മൾ ഫ്ലൂയിഡ് എന്ന് ഉപയോഗിക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള കാര്യങ്ങൾക്കാണ്. പക്ഷെ മനസ്സിലാക്കുക, എയറും എന്താണ്? ഫ്ലൂയിഡാണ്. കാരണം അതിനും ഒഴുകി നടക്കാൻ പറ്റും. പിന്നെ കംപ്രസിബിലിറ്റി നോക്കിയാൽ നമുക്ക് സോളിഡിനെ അത്ര കംപ്രസ് ചെയ്യാൻ പറ്റില്ല, ലിക്വിഡിനെ അത്ര പറ്റില്ല, വളരെ കുറച്ച് കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്യാസിനെ നമുക്ക് നല്ലപോലെ കംപ്രസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾസാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടർ, LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അവിടെ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ട് ഒരു സിലിണ്ടറിനകത്ത് നമ്മുടെ ആവശ്യത്തിന് വെക്കുകയാണ്. അതുപോലെ ഓക്സിജൻ സിലിണ്ടർ, ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ. അല്ലെങ്കിൽ CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതുമെല്ലാം ഇതിൽ പെടുന്നുണ്ട്. ഡെൻസിറ്റി നോക്കിയാലോ, സോളിഡിൻ്റെ മാക്സിമം ഡെൻസിറ്റിയാണ്, ലിക്വിഡിന് മീഡിയം ഡെൻസിറ്റിയാണ്, ഗ്യാസിന് ലീസ്റ്റ് ഡെൻസിറ്റിയാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പാർട്ടിക്കിൾസിൻ്റെ ലിക്വിഡ്സിൽ മീഡിയം ആണ്, സോളിഡിലാണ് ഏറ്റവും കൂടുതൽ, ഗ്യാസിൽ ഏറ്റവും കുറവ്. അതുപോലെ തന്നെ സ്പേസും സോളിഡിൽ ഏറ്റവും കുറവ്, ലിക്വിഡിൽ കുറച്ചും കൂടി, ഗ്യാസസിൽ കൂടുതൽ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോളിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും, ആ പാർട്ടിക്കിൾസ് എല്ലാം വളരെ കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. ലിക്വിഡ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ട്.
ഗ്യാസ് ആണെങ്കിലോ വളരെ ഫാർ അപ്പാർട്ടായിട്ടാണ് ഇവ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അട്രാക്ഷനും എന്താണ്, വളരെ ഹൈ ആണ്. ഇവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കുറവാണ്, ഇവിടെ അട്രാക്ഷൻ കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഗ്യാസസിൽ ഈ പാർട്ടിക്കിൾസ് വളരെ അകലെയാണെന്ന് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ഈ റാൻഡം മൂവ്മെൻറ്റ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ ഓടി ഓടി നടക്കുമ്പോൾ അവർ തമ്മിൽ ഇടിക്കുന്നുണ്ട്. നമ്മളതൊരു കണ്ടെയ്നറിനകത്ത് എടുക്കാൻ ശ്രമിച്ചാൽ ഈ കണ്ടെയ്നറിൻ്റെ വോൾസിലോട്ടും ഇവർ വന്ന് ഇടിക്കുന്നു. അപ്പോൾ അതിന് പ്രഷർ എക്സേർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗ്യാസ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനുള്ള പ്രഷർ ഉണ്ട്, പക്ഷെ അത് കുറവാണ്. പക്ഷെ നമ്മളൊരു സിലിണ്ടറിനകത്ത് അത് കംപ്രസ് ചെയ്ത് വെക്കുമ്പോഴാണ് അതിന് വളരെ ഹൈ പ്രഷർ. നമുക്കറിയാം ഏതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട്, റാൻഡം മൂവ്മെൻറ്റ് കൊണ്ട് അത് ആ വോളിൽ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.